ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതമായ സ്നേഹവും ദൈവത്തിൻ്റെ അത്ഭുതമായ കൃപയും കാരുണ്യവും നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. അവിടുത്തെ ദയവിലാണ്, അവിടുത്തെ കൃപയിലാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ സ്വന്തം ശക്തിയിലോ ബലത്തിലോ വിശുദ്ധിയിലോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, അവിടുത്തെ കരുണയിലും. അവിടുന്ന് നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമായി ഏകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിലും നമുക്ക് ആശ്രയിക്കാം. അവിടുത്തെ കരുണയും കൃപയും നമ്മളെ തുടർന്നും വഴി നടത്തുമാറാകട്ടെ. രാവിലെ തോറും പുതിയതായ അവിടുത്തെ ദയ നമ്മളെ നിറയ്ക്കട്ടെ. അവിടുത്തെ ദയ നമ്മളെ സംരക്ഷിക്കട്ടെ. അവിടുത്തെ ദയ നമ്മളെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ തുടർമാനമായ ധ്യാന ചിന്തയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പുതുക്കത്തിനും പുതിയ അനുഭവങ്ങളിലേക്കും പുതിയ കൃപകളിലേക്കും ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനും നമ്മളെ ഇടയാക്കി തീർക്കട്ടെ, നമ്മളെ പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ കടാക്ഷം ആ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കട്ടെ. 106-ാമത്തെ സങ്കീർത്തനം ഇസ്രായേൽ ജനത്തിന് 105-ലൊക്കെ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര പുറപ്പെടുന്നതും അവിടെ ഹാമിൻ്റെ ദേശത്ത് ചെയ്ത മഹാത്ഭുതങ്ങളും എല്ലാം നമ്മൾ കാണുകയുണ്ടായി. 106-ആണ് നമ്മൾ ചിന്തിക്കുന്നത്. 106-ലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവിച്ചു, അത്ഭുതങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അവരുടെ തെറ്റുകൾ, അവരുടെ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് പറയുന്നതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ. ഇത്രയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടിട്ട് അവർ പിന്നെയും ദൈവത്തോട് മത്സരിച്ചു എന്നും ദൈവഹിതത്തിന് വിധേയപ്പെട്ടില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും അവർ പിന്നെയും അനുദപിച്ചപ്പോൾ ദൈവം അവരുടെ മുമ്പാകെ തൻ്റെ കരുണയുടെ ശ്രീഭണ്ഡാരത്തുനിന്ന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിക്കുവാൻ തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെ, ദൈവം നമ്മളോട് ദീർഘക്ഷമ പാടി. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മഹാദയ, അതാണ് നമ്മുടെ ആശ്രയം. 106 സങ്കീർത്തനത്തിൽ അവർ എന്തെല്ലാം തെറ്റുകളിലേക്കാണ് പോയത് എന്നുള്ള പ്രതിപാദനമാണ്. തുടർന്ന് അവരത് യഥാസ്ഥാനപ്പെടുന്നതും ഏറ്റുപറച്ചിലും അനുദവവും അനുദപിച്ച് ഏറ്റുപറയതും അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ 31 വരെയുള്ള വാക്യങ്ങളിൽ ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തിയ കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് 32-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, അവർ മെരീബ വെള്ളത്തെങ്കിലും അവർ അവനെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. അവർ വിഗ്രഹങ്ങളെയും സേവിച്ചു, അവ അവർക്കൊരു കെണിയായി തീർന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അവർ കുറ്റമില്ലാത്ത രക്തം, പുത്രിപുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു. അവരെ അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു. ഇവിടെ ഈ പ്രയാണത്തിൽ അവർ യാത്ര തുടരുകയാണ്. പ്രയാണത്തിൽ അവർ സീൻ മരുഭൂമിയിലെത്തുന്നുണ്ട്. അത് നമുക്ക് സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സീൻ മരുഭൂമിയിലെത്തുന്നു. 1-ാം മാസം അവിടെ കാദേശിൽ പാർത്തപ്പോൾ അവിടെ വെച്ച് മിര്യാം മരിക്കുകയാണ്. അവിടെ അവളെ അടക്കം ചെയ്തു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അവർക്ക് കുടിക്കുവാൻ വെള്ളമുണ്ടായില്ല. അപ്പോഴവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ജനം മോശയോട് കലഹിച്ചു. അതാണ് കലഹജനം എന്ന് പറയുന്നത്. മെരീബ വെള്ളം, മെരീബ കലഹജലം എന്നാണ് നമ്മൾ ഈ സങ്കീർത്തനക്കാരൻ്റെ അടുത്ത് പറയുന്നത്. മെരീബ വെള്ളത്തിൽ അവർ കോപിച്ചവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവന് മനസ്സിനെ കോപിപ്പിച്ചുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ഇങ്ങനെ ഇവർ പിന്നെയും ഇവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുപോയിരുന്നത്? ഞങ്ങളുടെ സഹോദരന്മാരോട് ഞങ്ങൾ മരിച്ചു പോയത് നന്നായിരുന്നു. ഞങ്ങളുടെ മൃഗങ്ങൾ ഇവിടെ കിടന്ന് ചാകേണ്ടതിനാണ് നിങ്ങളുടെ യഹോവയുടെ സഭ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്. ഇവർ മരിക്കുന്ന ആണെങ്കിൽ അത് നടന്നോളൂല്ലോ, പിന്നെ ഇവരെന്തിനാണ്? അപ്പോൾ അവർ കുറ്റം കണ്ടെത്തുകയാണ്. പെറുവിറുക്കും അവരുടെ ആ സ്വഭാവവും ഒന്നും നേച്ചർ അവരുടെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. പ്രകൃതം മാറിയിട്ടില്ല. ഒരിക്കലും ഇവിടെ പ്രകൃതം മാറിയെങ്കിൽ മാത്രമേ ഈ മരുഭൂമി യാത്ര അവർക്ക് സുഖകരമാകുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെല്ലാം അടയാളങ്ങൾ അത്ഭുതം കണ്ടാലും അവർ പിന്നെയും മത്സരിച്ചു കൊണ്ടിരിക്കും.
അതാണ് അവരുടെ കടുത്തിരുന്ന ഹൃദയം. അവരുടെ ഹൃദയം കടുത്തുപോയി, കല്ലിച്ചു പോയി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദുഷ്ടഹൃദയം അത് നമ്മളിൽ ആർക്കും ഉണ്ടാകരുത് എന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ആർക്കും ദുഷ്ടഹൃദയം ഉണ്ടാകരുത് എന്ന്. എല്ലാത്തിലും ഒരു ദുഷ്ടത തറ്റി നിൽക്കുന്ന ഒരു അനുഭവം, അത് നമ്മൾ മാറി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ആ സ്നേഹത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഹൃദയങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ദുഷ്ടഹൃദയം ഞങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും എന്ന തിരുവെഴുത്ത് പോലെ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ നീക്കി മാംസളമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന തിരുവെഴുത്ത് പോലെ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു എളിമയുള്ള വിശുദ്ധിയുള്ള ഒരു ഹൃദയം തരണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവർ വന്നിട്ട് പറയുകയാണ്, ഇവിടെ വിത്തില്ല, അത്തിപ്പഴമില്ല, മുന്തിരിപ്പഴമില്ല, മാതളപ്പഴമില്ല, കുടിക്കാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു വരുന്നു. മോശയുടെ സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു. ഇങ്ങനെ ഇത് കേട്ടപ്പോൾ മോശയും അവരോട് എന്ത് ചെയ്തു? അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു വീണ് യഹോവയുടെ കരയുകയാണ്. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് ദൈവം പറയുക, നീ എഴുന്നേറ്റ് സഹോദരനെ കൂട്ടിക്കൊണ്ട് ഒരു പാറയുടെ അടുക്ക ചെല്ലുക. ആ പാറ അവർ കാണുക, പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനോട് കന്നുകാലികൾക്കും കുടിക്കുവാൻ കൊടുക്കണം എന്നല്ല വെച്ചത്. അപ്പം ദൈവം ഇങ്ങനെ പറഞ്ഞല്ലോ. ഇവർ പോയി ദൈവ കൽപ്പനപ്രകാരം ജലത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു. അവർ പറഞ്ഞ കാര്യത്തിലാണ് ഇവിടെ പ്രശ്നം വന്നത്. നേരത്തെ ഒരു പ്രാവശ്യം പാറയെ അടിക്കാൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ പാറയെ അടിക്കാനും പറഞ്ഞില്ല, ദൈവം കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ. ഇവർ വിചാരിച്ചു നേരത്തെ പോലെ തന്നെ പാറയെ അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർ പാറയെ അടിക്കണമെന്ന് പറഞ്ഞില്ല, പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇവർ പറയുന്ന വാക്കുകളാണ് അവർ ജനത്തോട് വിളിച്ചു കൂട്ടിയിട്ട് സംഖ്യാപുസ്തകം 20-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ മോശയും അഹരോനും പാറയുടെ അടുക്ക സഭയെ വിളിച്ചു കൂട്ടി അവരോട്, മത്സരികളെ കേൾക്കുവീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. ദൈവജനത്തെ ഒന്ന് മത്സരികളെ എന്ന് വിളിച്ചു. എത്ര ചെയ്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജനമാണ്, അതിനെ നമ്മൾ കുറ്റം പറയാനായിട്ട് സാധിക്കരുത്. അവിടെ പറയാം, മത്സരികളെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് വെള്ളം തരുമോ, പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. ദൈവം കൊടുക്കാമെന്നാണ് പറഞ്ഞത്, ഇപ്പം ഇവർ കൊടുക്കുന്നത് പോലെയാക്കി. അതാണ് മഹത്വം എടുക്കുവാണ് അവരെ, ഗ്ലോറിഫൈ, തങ്ങളെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എന്ന് അവിടെ തിരുവെഴുത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും എല്ലാം അനുഭവങ്ങളും എല്ലാം വന്നാലും നമ്മുടെ സ്വന്തം ശക്തിയിൽ നിന്ന് ഒരിക്കലും അത് സ്ലൈഡ് ചെയ്ത് അങ്ങനെ അതിലേക്ക് നമ്മൾ സ്ലിപ്പ് ചെയ്ത് പോകാനിടയാകരുത്. അറിയാതെ നമ്മൾ ഇങ്ങനെ പോകും. എങ്ങനെയാണ്? ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ അത് അധ്വാനിച്ചു, എന്തൊക്കെ നമ്മൾ കണ്ടില്ലേ, സമ്പത്തുണ്ടാക്കാൻ യഹോവയല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ബലം തരുന്നത്. അത് വിസ്മരിക്കുകയാണ്. ആവർത്തന പുസ്തകം നമ്മൾ കണ്ടുവരും, യഹോവയല്ലോ സമ്പത്തുണ്ടാക്കുന്നതിന് ബലം തരുന്നത്, ബലം, കൃപ എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ. അപ്പോൾ അതിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ്. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് നഷ്ടത്തെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹത്തിലും അങ്ങനെ പറയാൻ സാധിക്കണം. ദൈവമാണ് ഇതിൻ്റെ അനുഗ്രഹത്തിന് കാരണം, ഞാനല്ല. ഞാൻ വളരെ അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി അധ്വാനിച്ചു, ഉറക്കളിപ്പ് എന്ന പൗലോസ് ഒടുവിൽ പറയാം, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെ ദൈവകൃപ അത്ര അതിനെന്നെ പ്രാപ്തനാക്കിയതെന്ന്. ഈ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്ര എന്നാണ് പറയുന്നത്. ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവത്തിനെല്ലാം മഹത്വം. ഇവിടെ ഇവരെന്ത് ചെയ്തു? ഈ മെരീബ വെള്ളത്തിൻ്റെ കലഹജനക്ക് ദൈവത്തെ അല്ല, ഇവർ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പൊഴിപ്പിക്കുമോ എന്ന് പറഞ്ഞ് മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. 11-ാമത്തെ വാക്യം, വളരെ വെള്ളം പുറപ്പെട്ടു. പാറയെ അടിക്കരുതെന്ന് പറഞ്ഞു, കൽപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷെ അടിക്കരുതെന്ന് പറഞ്ഞില്ല, പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അടിക്കണ്ടെന്ന അർത്ഥം. പഴയതിൽ അവരോട് അടിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. ഇവർ ദൈവത്തിനോട് അനുസരണം ഒരു ചെറിയ ഇതിലാണ് ഇവിടെ അനുസരണക്കേടാണ്. പക്ഷെ അത് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരാനായിട്ട് ഇടയായി തീർന്നു. വെള്ളം ദൈവവും അവരുടെ കന്നുകാലികൾ കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും അവരോട് പറയുക, മോശയോടും അഹരോനും, നിങ്ങൾ ഇസ്രായേൽ മക്കൾക്കാകെ എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോവുകയില്ല എന്നറിയിച്ചതു. ഇസ്രായേൽ മക്കളെ യഹോവ കലഹിച്ചതും അവരെ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം കണ്ടോ, മെരീബ വെള്ളം, കലഹജലം. അപ്പോൾ മോശയ്ക്കും അവരോട് എന്ത് സംഭവിച്ചു? ഞാൻ കൽപ്പിച്ചതുപോലെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞാൽ മതി, കൽപ്പിച്ചാൽ മതി വെള്ളം വരുന്നതിനെ. നിങ്ങൾ പക്ഷേ അത് അടിച്ചു.
ഇന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ഒരു പ്രവർത്തികളും ശേഷിക്കുന്നില്ല. തകർക്കപ്പെട്ട, നുറുക്കപ്പെട്ട, അല്ലെങ്കിൽ അടിക്കപ്പെട്ട ഒരു പാറയുണ്ട്. നമ്മളവിടെ അടുക്ക ചെല്ലുക, വിശ്വാസത്തോടെ ചെല്ലുക. യേശുവിനെയും ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല. അവൻ പിന്നെയും ഇനിയും ക്രൂശിക്കപ്പെടുന്നില്ല. ഒരിക്കലായിട്ട് നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് അവൻ യാഗമായി തീർന്നു. ആ യാഗത്തിങ്കിൽ ആശ്രയിച്ച് ആ കുരിശിൻ ചൂട്ടിലേക്ക് അടുത്ത് വന്നുകൊണ്ട്, കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ യാഗമായതെന്ന് അടിയൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറയുമ്പോൾ, യേശുവേ, നിൻ്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ തിരക്തങ്ങളെ നമ്മളെ കഴുകുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും തൻ്റെ ആത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം. അതുകൊണ്ട് നമുക്ക് എല്ലാറ്റിലും ദൈവത്തെ നമ്മൾ പഠിച്ച പാഠങ്ങൾ ഇതാണെന്ന്, ഏതിനും ദൈവത്തിൻ്റെ തന്നെ സൊല്യൂഷനുണ്ട്. ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുക, രണ്ട് ദൈവം പറയുന്ന അനുസരിക്കുക, അത് പരിപൂർണമായി അനുസരിക്കുക, വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സകലം സാധ്യമെന്ന്. തുടർന്ന് എന്താണ് നമ്മൾ കാണുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കിയെടുക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ ദൈവം എന്തെങ്ങനെ ചെയ്തതെന്ന് പറയും. എന്നാൽ അനുഗ്രഹം വരുമ്പോൾ ദൈവം എന്തിനാണ് എന്നെ അനുഗ്രഹിച്ചെന്ന് ആരും ചോദിക്കുമോ? ഇല്ല. ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാം. അപ്പോൾ അനുഗ്രഹം വരുമ്പോൾ ദൈവം എന്തിനാ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ പറയില്ല. അതാണ് മനുഷ്യൻ പ്രകൃതം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നന്മകൾ വന്നാലും ദൈവമേ എല്ലാം നിൻ്റെ കൃപയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് തിരിച്ചറിയണം. മറ്റുള്ളവരുടെ ഭാഗം ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവമാണ് എനിക്കത് തന്നത്, ദൈവം കൃപ ചെയ്തു, ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കലഹജലത്തിങ്കിൽ അവർ ദൈവത്തെ കോപിപ്പിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് മോശയൊക്കെ അവിവേകം സംസാരിച്ചു പോയി. അതുകൊണ്ട് അവർക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല. അതവിടെ കാണുന്ന ഏറ്റവും ഇത്. കനാൻ ദേശത്ത് അവർക്ക് അവിടെ പ്രവേശിക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? ഈ ഒരു തെറ്റവടി സംഭവിച്ചുകൊണ്ട് അവർ, കാരണം ജനത്തിന് മുമ്പാകെ ദൈവത്തെ വിശുദ്ധീകരിക്കേണ്ടേ. ദൈവമാണ്. ഒരു കുഞ്ഞ് കണ്ടാൽ, ഒരു കൊച്ചുകുട്ടി കണ്ടാൽ എന്ത് ചെയ്യും? അത് വിശ്വസിക്കുക. ആരെ കൊടുത്ത വെള്ളം കൊടുത്താലും? മോശയും അഹരോനും. മോശകരോനാണ് വെള്ളം കൊടുത്തല്ലല്ലോ. അപ്പോൾ അനേകരുടെ തെറ്റിദ്ധാരണയ്ക്ക് അതിടയായിത്തീർന്നു. അതവർ തിരുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം വരുന്നത്. പക്ഷേ അവർക്ക് ഈ കനാനിൽ കാണാൻ സാധിച്ചില്ല. പക്ഷെ ദൈവം ഒരു കൃപ ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കനാനിലേക്ക് മോശ ഇറങ്ങി വരിക. ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന് മോശ കനാൻ ദേശത്ത് പ്രവേശിച്ചില്ല. അതിനുമുമ്പ് മോശ മരിച്ചു. യോശുവയുടെ നേതൃത്വത്തിലാണ് അവർ കനാനിലേക്ക് പ്രവേശിക്കുന്നത്. മരുഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രവേശനത്തിന് മുമ്പായിട്ട് മോശ മരിക്കുകയാണ്. പക്ഷേ ഈ ദൈവം ആ പ്രാർത്ഥന കേട്ടിട്ട് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ദൈവം അവിടെ അനുവദിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ഈ കനാൻ ദേശം, അതിൽ ഇസ്രായേൽ, അവിടെ താബോർ മലയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ മറുരൂപപ്പെടുന്ന മലയെങ്കിൽ മോശയും ഏലിയാവും ഇറങ്ങി വരിക. മോശയ്ക്ക് ആ ഒരു അനുഗ്രഹം കൊടുക്കുക. മോശ കാണുകയാണ്, കനാലിൽ മോശ കാലുകത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഏതെങ്കിലും തൽക്കാലം അത് ദൈവം അകറ്റി വെക്കുന്നെങ്കിൽ അത് നീക്കമായിട്ടുള്ളതല്ല. ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും ദൈവം തക്ക സമയത്ത് നമുക്കതിന് പ്രത്യുത്തരം നൽകുക തന്നെ ചെയ്യും. ഒന്ന് കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക. ഒന്ന്, നമ്മൾ എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായിത്തീരുക, ദൈവത്തെ അനുസരിക്കുക, വിശ്വസിക്കുക, ദൈവത്തിന് സാധ്യമെന്ന് വിശ്വസിക്കുക. എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. അപ്പോൾ സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും ക്രിസ്തുവേശുവിൽ നിലവിളെയും ക്രിസ്തുവേശുവിൽ കാക്കും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ട ഒരു പാറയുണ്ട്. ഇനി അവർ വീണ്ടും വീണ്ടും ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. ഒരിക്കലായി ഞങ്ങൾക്ക് വേണ്ടി ഏകയാഗം അർപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്ര, ആ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. അപ്പോൾ ആ ഞങ്ങളിലുള്ള കലഹവും ഞങ്ങളിലുള്ള തിന്മകളും എല്ലാം നീക്കുവാൻ യേശുവേ നിന്റെ പരിശുദ്ധ രക്തത്തിൽ കഴിയുമെന്നുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ, പൂരിതരാക്കണമേ. ആത്മാവിനായി ഞങ്ങൾ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ. നിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാം തിരുനാമത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേലെ നിന്നും വന്നോൻ എന്റെ മേലെഴുത്തു മാറ്റി തന്നോൻ, പാപത്തിൻ ശമ്പളമാം മരണം എന്നും മേലെഴുത്തു മാറ്റി തന്നോൻ. എൻ പാപത്തിൻ ശിക്ഷ തന്നേലെ തന്നെ വീണ്ടെടുത്ത സ്വർഗസ്നേഹം.